ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ അന്വേഷണം വ്യാപിപ്പിക്കാൻ എക്സൈസ് നടൻ ശ്രീനാഥ് ഭാസിയെ ആദ്യം ചോദ്യം ചെയ്യും. മുൻകൂർ ജാമ്യ ഹർജിയിലെ പരാമർശം കഞ്ചാവ് ഇടപാട് നടന്നതിന്റെ സൂചന എന്നാണ് എക്സൈസിന്റെ വിലയിരുത്തൽ. പിടിയിലായ സുൽത്താൻ അക്ബർ അലി കഞ്ചാവിനൊപ്പം സ്വർണവും കടത്തിയിരുന്നു. തെളിവ് ലഭിച്ചാൽ അന്വേഷണത്തിന് മറ്റ് കേന്ദ്ര ഏജൻസിയുടെ സഹായം കൂടി തേടും. നിഷ ദിലീപ് വിവരങ്ങളുമായി ചേരുന്നു. നിഷ, ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ രാജ്യാന്തര ബന്ധങ്ങൾ കൂടി സംശയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇനി നടൻ ശ്രീനാഥ് ഭാസിയെ ചോദ്യം ചെയ്യുന്നത് എപ്പോഴായിരിക്കും? അതിന്റെ വിവരങ്ങൾ കൂടി. ആലപ്പുഴയിലെ 2 കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് സിനിമാ മേഖലയിലുള്ളവരുടെ പേരുകൾ ഉയർന്നിരുന്നു. ഇതിൽ പിടിയിലായ തസ്ലിമ സുൽത്താന എക്സൈസിന് നൽകിയ പ്രാഥമിക മൊഴിയിലായിരുന്നു സിനിമാ മേഖലയിൽ ഉള്ളവരുടെ ബന്ധം, പ്രത്യേകിച്ചും 2 നടന്മാരുടെ പേരുകൾ എടുത്തു പറഞ്ഞു തന്നെയാണ് എക്സൈസിന് ഇവർ മൊഴി നൽകിയത്. എന്തായാലും ആ രീതിയിൽ തന്നെയാണ് അന്വേഷണം നീങ്ങുന്നത്. ഇതിന്റെ ഭാഗമായി നടൻ ശ്രീനാഥ് ഭാസിക്ക് അടുത്തയാഴ്ച നോട്ടീസ് അയക്കാനാണ് എക്സൈസിന്റെ തീരുമാനമെന്നാണ് സൂചന ലഭിക്കുന്നത്. അടുത്തയാഴ്ച നോട്ടീസ് അയച്ച് ശ്രീനാഥ് ഭാസിയെ ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കും. ആദ്യം സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ആദ്യം ചോദ്യം ചെയ്യുന്നത് ശ്രീനാഥ് ഭാസിയെ ആണ് എന്നാണ് എക്സൈസ് നൽകുന്ന സൂചന. അതിനുശേഷമായിരിക്കും ഷൈൻ ടോം ചാക്കോയെ ചോദ്യം ചെയ്യലിനായി വിളിപ്പിക്കുക. ശ്രീനാഥ് ഭാസി മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഇതിൽ തനിക്ക് കഞ്ചാവ് വേണോ എന്ന് ചോദിച്ചതായും താൻ അതിന് പ്രതികരിച്ചതായും പറയുന്നുണ്ട്. ഇത് കഞ്ചാവ് ഇടപാട് നടന്നതിന്റെ സൂചനയായിട്ടാണ് എക്സൈസ് സംഘം കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ശ്രീനാഥ് ഭാസിക്ക് നോട്ടീസ് അയക്കുന്ന കാര്യത്തിൽ എക്സൈസ് സംഘം തീരുമാനമെടുത്തിരിക്കുന്നത്. അടുത്തയാഴ്ച ശ്രീനാഥ് ഭാസിക്ക് നോട്ടീസ് നൽകി ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കുമെന്നാണ് എക്സൈസ് അറിയിക്കുന്നത്. എന്തായാലും ഇതിനിടയിൽ തന്നെ ഇപ്പോൾ റിമാൻഡിലുള്ള ആദ്യം പിടിയിലായി ഇപ്പോൾ റിമാൻഡിൽ കഴിയുന്ന പ്രതികളായ തസ്ലിമ സുൽത്താന, ഒപ്പം തന്നെ കൂട്ടുപ്രതി ഫിറോസ്, ഇന്നലെ റിമാൻഡിലായ തസ്ലിമ സുൽത്താനയുടെ ഭർത്താവ് സുൽത്താൻ അലി അക്ബർ എന്നിവരെ ചോദ്യം ചെയ്യും. ഇതിനായി കസ്റ്റഡിയിൽ വാങ്ങും. ഉടൻ തന്നെ ഈ 3 പ്രതികളെയും എക്സൈസ് സംഘം കസ്റ്റഡിയിൽ വാങ്ങും. തസ്ലിമ സുൽത്താനയുടെ ഭർത്താവ് ഇന്നലെ റിമാൻഡിലായ സുൽത്താൻ അലി അക്ബറിന് സ്വർണ്ണക്കടത്തുമായി ബന്ധമുള്ളതായും എക്സൈസിന് സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. ഇയാൾ ദുബായ്, മലേഷ്യ, തായ്ലൻഡ് എന്നിവിടങ്ങളിൽ ഇയാളൊരു മൊബൈൽ ഷോപ്പ് നടത്തുന്നയാളാണ്. സെക്കൻഡ് ഹാൻഡ് മൊബൈലിൽ ഒപ്പം തന്നെ ഇതിൻ്റെ പാർട്സുകളൊക്കെ വാങ്ങാനായി ദുബായിലും മലേഷ്യയിലും തായ്ലൻഡിലുമൊക്കെ പതിവായി യാത്ര ചെയ്യുന്നുണ്ട്. ഈ യാത്രയിൽ ഇയാൾ ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്കൊപ്പം തന്നെ അല്ലെങ്കിൽ മൊബൈൽ ഫോണുകൾക്ക് ഒപ്പം തന്നെ സ്വർണവും കടത്തിയതായി സൂചനയുണ്ട്. മാത്രമല്ല രാജ്യാന്തര സ്വർണ്ണക്കടത്ത് സംഘത്തിന്റെ അല്ലെങ്കിൽ ലഹരിക്കടത്ത് സംഘത്തിലെ പ്രധാന കണ്ണിയാണ് സുൽത്താൻ അക്ബർ അലി എന്ന് എക്സൈസ് സംശയിക്കുന്നുണ്ട്. ഇതിന്റെ ഒരു അടിസ്ഥാനത്തിൽ ഈ പ്രതികളുടെ മൊബൈൽ ഫോണുകൾ പരിശോധിക്കും. മൊബൈൽ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഏതാനും ദിവസത്തിനുള്ളിൽ തന്നെ ഇതിന്റെ ശാസ്ത്രീയ പരിശോധനാ ഫലം വരും. ഈ ശക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും ഇനി പ്രതികളെ ചോദ്യം ചെയ്യുന്നതും ഈ കേസുമായി എക്സൈസ് സംഘം മുന്നോട്ട് പോകുന്നതും. ഇനി ഇതിൽ പല ആളുകൾക്കും ബന്ധമുണ്ട് എന്ന സംശയമുണ്ട്. അതൊക്കെ കൃത്യമായി തന്നെ ഈ മൊബൈൽ ഫോൺ പരിശോധിക്കുന്നതിലൂടെ വ്യക്തമാകുമെന്ന് തന്നെയാണ് എക്സൈസ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ രാജ്യാന്തര സ്വർണ്ണക്കടത്ത് ലഹരിക്കടത്ത് സംഘവുമായി സുൽത്താൻ അക്ബർ അലിക്ക് ബന്ധമുണ്ട് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഇത് അന്വേഷണം കേന്ദ്ര ഏജൻസി കൂടി അന്വേഷണത്തിൽ പങ്കാളിയാകുന്നതിനെ കുറിച്ചും എക്സൈസ് പറയുന്നുണ്ട്. എന്തായാലും സുൽത്താൻ അലി അക്ബറിനെയും തസ്ലീമയെയും ഫിറോസിനെയും ഒക്കെ ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യും. അതിനുശേഷമായിരിക്കും അടുത്തയാഴ്ച ശ്രീനാഥ് ഭാസിക്ക് നോട്ടീസ് അയച്ച് ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തുന്നത്. അനു, ശരി നിഷ.